അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അത് കണ്ടവരായിരിക്കും. നമുക്ക് ആ വീഡിയോയുടെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ട് ജിന്നൊക്കെ ഉണ്ട്. അന്ന് രണ്ട് ജിന്നുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജിന്നില്ല, ജിന്നുകളുണ്ട് രണ്ടാള്. നല്ല വർക്ക് ചെയ്യുന്ന ജിന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പിടിക്കാനുള്ള കഴിവുള്ള കപ്പാസിറ്റി ഉള്ള പള്ളിയിൽ നിന്ന് വന്ന എവിടുന്നോ വന്നാണ്. എവിടുന്ന് വന്നത് നമുക്ക് അറിയില്ല. നമ്മുടെ ശരീരത്തുണ്ടായിരുന്നു ആ ജിന്നാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അത് ഒരു ചെയ്യണം എന്ന് പറഞ്ഞാൽ രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റൂര്. അത്രയും കപ്പാസിറ്റി ഉണ്ട്, അത്രയും കഴിവുള്ള ജിന്നുകൾ. അത് ജിന്നുകൾ പോയി, പിന്നെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ ഈ നിസ്കാരങ്ങളൊക്കെ നിർത്തുമ്പോഴേ ഒരു നമ്മളടുത്ത് നിന്ന് വിട്ടുപോകും. ഇപ്പൊ നമുക്ക് പ്രതിഫലം കൊടുക്കണ്ട. ഒരിക്കൽ നമ്മൾ ഈ യാസീൻ ഖുർആനൊക്കെ ഓതുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോഴേ അറിയാതെ വന്ന് വെട്ടാന്ന് തോന്നുന്നു. അറിയാതെ നമ്മുടെ ദേഹത്ത് വന്നിട്ടുള്ള ഈ ഏതെങ്കിലും മറ്റു പള്ളി സ്ഥലങ്ങളിലോ ഏതെങ്കിലും ദൂര സ്ഥലത്തോ പള്ളികളിൽ നിന്നോ അവിടുന്ന് കിട്ടിയാണ്. രണ്ട് ജിന്നുകളുണ്ട്. രണ്ട് ജിന്നുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. രണ്ട് വ്യത്യസ്തമായിട്ട് ജിന്നുകൾ. രണ്ട് ഒന്ന് വയസ്സായതും ഒന്ന് വാര്യക്കാരനോ, നല്ല കപ്പാസിറ്റിയിൽ വാര്യക്കാരനാണ്. അപ്പൊ നമ്മൾ കപ്പാസിറ്റി ഉള്ള വാര്യക്കാരനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വയസ്സിനെയാണ് രോഗത്തിനെ ഉപയോഗിക്കാം. വയസ്സിനെ അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടൂല. ഇല്ല. യാ ലത്തീഫ് യാ അല്ലാ എന്നുള്ള ദിക്റുകളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ആ യാ ലത്തീഫ് യാ അല്ലാ എന്നുള്ള ദിക്റുകൾ എടുത്താൽ ഈ ജിന്നിനെ ഭയങ്കര ശക്തി കൂടുക. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടെങ്കിൽ ആ ജിന്ന് നമ്മളെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശക്തി കൂടും. രണ്ട് ജിന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു അപ്പോൾ ആ വീഡിയോ. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹം നിരന്തരമായ ചില ദിക്റുകൾ ചൊല്ലുന്നു. ആ ദിക്റുകളൊക്കെ കാരണമായിട്ട് അദ്ദേഹത്തിന് പള്ളിയിൽ നിന്നോ എവിടെ നിന്നോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക ജിന്ന് ആവാഹിക്കുന്നു. ആ ജിന്നിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം പല ആളുകളുടെയും അസുഖങ്ങൾ മാറ്റിക്കൊടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഇസ്ലാമിക വശം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ജിന്ന് വർഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതാണ്. നിരവധി ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഖുർആനിൽ സൂറത്തുൽ ജിന്ന് എന്ന പേരിൽ തന്നെ ഈ ജിന്നുകളെ ഒരു പ്രത്യേകം പരാമർശിച്ചു കൊണ്ടുള്ള ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനക്ക് ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തതായിട്ടും ഖുർആനിൽ നമുക്ക് കാണാം. മഹാനവറുകളുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും, ഒരു മനുഷ്യനെ കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ കാര്യങ്ങൾ ജിന്നുകൾ ചെയ്യും. അതും നിമിഷം നേരങ്ങൾ കൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിച്ചിരുന്നു എന്ന് ഖുർആനിൽ അവരുടെ കഴിവിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരിക്കലും ഒരു മനുഷ്യന് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ദിക്റുകൾ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ ഔറാദുകൾ ചൊല്ലിയതുകൊണ്ടോ ഒരിക്കലും തന്നെ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ജിന്നിനെയും ആവാഹിച്ചെടുക്കാൻ കഴിയില്ല. ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ ശരീരത്തിൽ എന്തോ ഒരു പ്രത്യേകതരം ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അത് മറ്റാരെങ്കിലും വല്ല കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഇത് ജിന്നാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതായിരിക്കാം. അല്ലാഹു ആലം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇസ്ലാമിൽ ഈ രൂപത്തിൽ ഒരു ചികിത്സയില്ല. ജിന്നുകളെ ഉപയോഗിച്ചു കൊണ്ടുള്ള ചികിത്സ എന്ന് പറയുന്ന രീതി, ഒരു ചികിത്സാ രീതി ഇസ്ലാമിലില്ല. ആത്മീയ ചികിത്സയുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും സ്വലാത്തുകളിൽ നിന്നൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള അദ്കാറുകളും ഔറാദുകളും സ്വലാത്തുകളൊക്കെ എടുത്തുകൊണ്ട് പല രോഗങ്ങൾക്കും ചികിത്സ പതിവുണ്ട്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും അത്തരം അദ്കാറുകളും ഔറാദുകളൊക്കെ ചൊല്ലിയിട്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാറുമുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഈ ആത്മീയ ചികിത്സക്ക് ഒന്നുകൂടെ ഒരു വ്യത്യസ്തത വരുത്താനും ആത്മീയ ചികിത്സക്ക് ഒരു കൊഴുപ്പ് കൂട്ടുന്നതിനും വേണ്ടി പല ആളുകളും ഇതുപോലെ പ്രചരിപ്പിക്കുകയും അതുവഴി തങ്ങളുടെ ആത്മീയ ചികിത്സ ഒന്ന് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാനും അതുപോലെ തന്നെ ഒരു സ്വീകാര്യത ലഭിക്കുവാനും ചെയ്ത ഒരു തന്ത്രമായിട്ടാണ് ഈ ജിന്ന് ചികിത്സയെ നമ്മൾ കാണേണ്ടത്. പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 2 ജിന്നുണ്ട് എന്നാണ്. എല്ലാവരും പറയുന്നൊരു വാചകമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരം 2 ജിന്നുണ്ട്. അഥവാ ഒന്ന് പെൺജിന്നാണ്, മറ്റൊന്ന് ആൺജിന്നാണ്.
ഇതിൽ നിന്ന് അവർ ബിസിനസ് ലക്ഷ്യമിടുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങളോ വല്ല പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് പെൺ ജിന്നുമായി സംസാരിച്ചുകൊണ്ട് അതിനവർ പരിഹാരം കാണും. പുരുഷന്മാർ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് പുരുഷ ജിന്നുമായിട്ട് ആൺ ജിന്നുമായി സംസാരിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നു എന്നൊക്കെ ഈ ചികിത്സയുടെ മറവിൽ നടത്തുന്ന വെറും തട്ടിപ്പ് മാത്രമാണത്. ചൂഷണം, ആത്മീയ ചികിത്സയുടെ മറവിൽ നടത്തുന്ന ചൂഷണമാണത്. ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ജിന്നിനെ കാണാനോ അല്ലെങ്കിൽ ജിന്നുമായി സംവദിക്കാനോ ജിന്നിനെ ഈ രൂപത്തിൽ തങ്ങളുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കാനോ കഴിയില്ല. കാരണം ഖുർആനിൽ തന്നെ അല്ലെങ്കിൽ ഹദീസുകളും മറ്റ് കിതാബുകളിലുമൊക്കെ കാണാൻ കഴിയുന്നത് ജിന്ന് വർഗം എന്ന് പറയുന്നത് നമ്മുടെ പോലെ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു വർഗമാണ്. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലോകത്ത് വെച്ച് ജിന്നുകളെ കാണാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതിനു മാത്രം വലിയ ഇബാദത്തിൻ്റെ മർത്തബകളൊക്കെ താണ്ടിയ ആളുകൾക്ക് ഒരു പക്ഷേ അവരെ കാണാനും സംസാരിക്കാനും കഴിയും എന്നല്ലാതെ ഈ രൂപത്തിലുള്ള ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരം ഒരു മേഖലയിലേക്ക് എത്താൻ കഴിയില്ല. ഇത്തരം ചില വ്യത്യാസങ്ങൾ എടുത്തു നോക്കിയാൽ ഈ പറയപ്പെട്ട ചില വ്യത്യാസങ്ങൾ മാത്രമാണ് മനുഷ്യനും ജിന്നുകളും തമ്മിലുള്ളൂ. അല്ലാതെ ജിന്നുകളെ ഒരിക്കലും ചില പ്രത്യേക ദിക്റുകളും ഔറാദുകളും ചൊല്ലിയിട്ട് തങ്ങളുടെ വശത്താക്കാമെന്നോ അവരെ ഉപയോഗിച്ച് ചികിത്സ നടത്താമെന്നോ എന്നുള്ളതൊക്കെ തീർത്തും ഈ ചികിത്സയുടെ പേരിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ പേരിൽ നടത്തുന്ന ശുദ്ധ തട്ടിപ്പാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. എന്നാൽ ഇതേ ജിന്ന വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് പിശാജ്. ഈ പിശാജുകളെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ചില പ്രത്യേക മന്ത്രങ്ങളും പൂജാകർമ്മങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് തങ്ങളുദ്ദേശിക്കുന്ന വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം പിശാചുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രത്യേക കർമ്മങ്ങളും പൂജകൾക്കുമാണ് ആഭിചാര കർമ്മം അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സിഹർ, മാരണം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളതാണ്. ചില പ്രത്യേക പിശാചുക്കളെ ഈ പൂജയിലൂടെയും മന്ത്രങ്ങളിലൂടെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്യുന്ന ഒരു ക്രിയയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സിഹർ ഏറ്റതായിട്ട് ചരിത്രങ്ങളിൽ ഹദീസുകളിൽ കാണാൻ കഴിയും. ഒരുപാട് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് സംബന്ധമായി വലിയ രോഗം സംഭവിക്കുകയും വളരെയധികം ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കെതിരായി സിഹർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ സ്വഹാബികൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അതെടുക്കുകയും അങ്ങനെ ചില പ്രത്യേക ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് ആ സിഹറിനെ നശിപ്പിക്കുകയും ചെയ്ത സംഭവം. അതോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടു കിട്ടുകയും അതോടുകൂടി എല്ലാം അവസാനിക്കുകയും ചെയ്തു. ഇത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇത് അടിസ്ഥാനമുള്ളതാണ്. ഇത് ചെയ്യുന്നത് ഒരു വ്യക്തിയെ തകർക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി പിശാചുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് തീർത്തും ഹറാമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിലെ 7 വൻകുറ്റങ്ങൾ, നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 7 വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു തെറ്റാണ് ഈ പറയപ്പെട്ട സിഹർ. ഒരിക്കലും നമ്മൾ സിഹർ ചെയ്യാനോ സിഹർ ചെയ്യുന്നവരുമായി ബന്ധപ്പെടാനോ പാടില്ല. അത് ഷിർക്കിൻ്റെ മറ്റൊരു വശമാണെന്നൊക്കെയാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നോക്കിയാലും ജിന്നുകളെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ചികിത്സാ രീതി തീർത്തും തട്ടിപ്പാണ്. അത്തരം കെണിവലകളിലൊന്നും തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ പെട്ടുപോകാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.